الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم إنا فتحنا لك فتحا مبينا ليغفر لك الله ما تقدم من ذنبك وما تأخر ويتم نعمته عليك ويهديك صراطا مستقيما وينصرك الله نصرا عزيزا صدق الله العلي العظيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവൻ്റെ വിധി വിലക്കുകളെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എൻ്റെ സഹോദരന്മാരോടും ഉപദേശിക്കും. ഇന്നലെ ഡിസംബർ 6 ആയിരുന്നു. ഒരു സമുദായത്തിനും രാഷ്ട്രത്തിൻ്റെ അഭിമാനത്തിനും കളങ്കമേറ്റ ഒരു സംഭവത്തിൻ്റെ അനുസ്മരണ ദിനം. 20 വർഷമായി അങ്ങനെ ഒരു സംഭവം നടന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ലഭ്യമാകേണ്ട നീതി ലഭ്യമാവുകയോ അതിൽ കുറ്റവാളികളെന്ന് വിധിക്കപ്പെട്ടവർ യഥാർത്ഥത്തിൽ തന്നെ ശിക്ഷ അനുഭവിക്കുകയോ ചെയ്തില്ല. എന്നല്ല, കുറ്റവാളികൾ സ്വതന്ത്രരായി നിലകൊള്ളുകയും ചെയ്യുന്നു. ഈ സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ട് വ്യത്യസ്ത രീതിയിലുള്ള അനുസ്മരണങ്ങളും പ്രതിഷേധങ്ങളും ഇന്നലെ നടന്നു കഴിഞ്ഞു. ബാബരി മസ്ജിദ് വിഷയവുമായി ബന്ധപ്പെട്ട കോർഡിനേഷൻ കമ്മിറ്റി ഉൾപ്പെടെ ഈ വിഷയകമായ സുപ്രീം കോടതി വിധിയും അതിൻ്റെ അടിസ്ഥാനത്തിലെ അപ്പീലും നിയമവശവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വൈകാരികമായി നമ്മെ ഏറെ സ്വാധീനിച്ച, മുസ്ലിം സമുദായത്തെ വേദനിപ്പിച്ച ഒരു സംഭവമാണ് ഇത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ രാജ്യത്തെക്കുറിച്ച് നേരെ ചൊവ്വെ ചിന്തിക്കുന്ന ഏതൊരാളുടെ മനസ്സിലും ഈ സംഭവം വലിയ മുറിപ്പാട് ഉണ്ടാക്കി എന്നത് ഈ കാലയളവിനുള്ളിൽ നാം മനസ്സിലാക്കിയ യാഥാർത്ഥ്യവുമാണ്. അള്ളാഹു യഥാസ്ഥാനത്ത് ആ ഭവനം പണിയാൻ നമുക്ക് അവസരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്രയും ആമുഖമായി മുമ്പിൽ നിൽക്കട്ടെ. 20 വർഷം എന്നത് ഒരു ചെറിയ കാലയളവല്ല, കാലഗണനയിൽ ഒരു നീണ്ട കാലമാണ്. അന്യാധീനപ്പെട്ടു പോയ ഒരു ഭവനം കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ തിരിച്ചു പിടിച്ച, വൈകാരികത ഉണർത്തുന്ന, ആവേശം ജനിപ്പിക്കുന്ന ഒരു ചരിത്ര സംഭവം നമ്മുടെ മുമ്പിലുണ്ട്. ആ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ
കഴിയാതെ പോയത് കൊണ്ട് ഒരു സമുദായത്തിന് 20 വർഷമായിട്ട് കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് വേണം വിലയിരുത്താൻ. നമ്മുടെ അറിവിൽ അങ്ങിങ്ങ് തങ്ങിക്കിടക്കുന്ന അന്യാധീനപ്പെട്ടു പോയ ഒരു ഭവനത്തെ തിരിച്ചു പിടിച്ചു ആ ഭവനത്തിൽ അള്ളാഹുവിന്റെ നാമം ഉയർത്തിയ, ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു സംഭവത്തിന്റെ ചരിത്രത്തിന്റെ നാൾവഴികളെ മാന്യ സദസ്സിന് മുമ്പിൽ ഓർമ്മപ്പെടുത്താനാണ് ഇന്നത്തെ ഖുതുബയിലൂടെ ഉദ്ദേശിക്കുന്നത്. നാം അറിയാതെ പോയ ഒരു ചരിത്രമല്ല, പക്ഷെ ആ ചരിത്രത്തിന്റെ ഗുണപാഠങ്ങളിൽ നമ്മുടെ മനസ്സ് തങ്ങി നിൽക്കാതെ പോയതാണ് പ്രശ്നം. പറയാൻ പോകുന്ന ചരിത്രം അറിയാത്തവരായിട്ട് ഈ സദസ്സിൽ ആരുമില്ല. പക്ഷെ ആ ചരിത്രത്തിന്റെ ഇബ്റ, അതിന്റെ ഗുണപാഠം, ചരിത്രം ഊന്നിയ ഊന്നലുകൾ ഒരു സമുദായത്തിന് നേരെ ചൊവ്വെ വായിച്ചെടുക്കാൻ കഴിയാതെ പോയതാണ് നമ്മുടെ പരാജയം എന്ന് വിനയപുരസരം ഓർമ്മപ്പെടുത്തുന്നു. അത്തരം ചില സംഭവങ്ങളെ, ചരിത്രങ്ങളെ, ഓർമ്മപ്പെടുത്തലുകൾ ചില സവിശേഷ ചരിത്ര മുഹൂർത്തങ്ങളിൽ വലിയ വെളിപാടുകളായിട്ട് മാറും. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഫദക്കിർ ഇൻ നഫഅതി സിക്റ, ഉത്ബോധിപ്പിക്കുക, അനുസ്മരിപ്പിക്കുക, ആവർത്തിച്ച് ഉണർത്തുക. ഇൻ നഫഅതി സിക്റ, അത്തരം ചില അനുസ്മരണങ്ങൾ, ഉത്ബോധനങ്ങൾ യഥാവിധി ഫലം ചെയ്തേക്കും. സയസ്സക്കറു മൻ യഖ്ഷ, നാഥനെ യഥാവിധി ഭയപ്പെടുന്നവർ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് ഗമിച്ചേക്കാം. കഅബാലയം ഇസ്ലാമിന്റെ ഗേഹമായിരുന്നു. അള്ളാഹുവിന്റെ 2 മഹാരഥന്മാരായ പ്രവാചകന്മാർ നാഥന്റെ കൽപ്പനാനുസാരം തറയുടെ മേൽ പണി കഴിപ്പിച്ച ഭവനം. ഏകനായ തമ്പുരാനെ ആരാധിക്കാനും അവന്റെ ആശയ പ്രബോധന പ്രചാരണത്തിന്റെ വെള്ളി വെളിച്ചമായി നിലകൊള്ളാനും അവിടെ നിന്ന് ആ പ്രകാശം ലോകത്തിന്റെ നാനാഭാഗത്തേക്കും പ്രസരിക്കാനും ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹു നിർമ്മിച്ച ഭവനം. ഇന്ന അവ്വല ബൈത്തിൻ ബുദിഅ ലിന്നാസ് ലല്ലദീ ബിബക്ക, മാലോകർക്ക് വേണ്ടി അള്ളാഹു പണി കഴിപ്പിച്ച ആദ്യത്തെ ഭവനമാണ് ബക്കയിലെ അഥവാ മക്കയിലെ ഈ ഭവനം. മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ, അത് മാലോകർക്ക് അനുഗ്രഹമാണ്, അവരുടെ ഹിദായത്തിന്റെ കേന്ദ്രവുമാണ്. പക്ഷെ ആ ഭവനം അന്യാധീനപ്പെട്ടു പോയി. ഏകദൈവ വിശ്വാസത്തിന്റെ തെളിഞ്ഞ നിലപാടിൽ മുന്നോട്ടു പോകേണ്ടുന്ന കേന്ദ്രം നാഥന്റെ കൺവെട്ടത്ത്, നാഥൻ നിർണയിച്ച ഇടത്തിൽ, നാഥന്റെ കൽപ്പനാനുസാരം പണി കഴിപ്പിക്കപ്പെട്ട ഭവനം നാഥന് ഒട്ടും സഹിക്കാൻ കഴിയാത്ത ശിർക്കിന്റെ കൊടിയ കേന്ദ്രമായിട്ട് മാറി. ഏതു പാപം പുറത്തു കൊടുത്താലും ഷിർക്ക് അവൻ പുറത്തു കൊടുക്കില്ല എന്ന് വിശുദ്ധ ഖുർആൻ. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അത് ഒഴികെയുള്ള പാപങ്ങൾ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുത്തേക്കാം. 360 പരം പ്രതിഷ്ഠകൾ അതിനകത്ത് ഇടം പിടിച്ച ചരിത്രം നമുക്കറിയാം. അതിന്റെ പരിസരത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്നു. ആ ഭവനവുമായി ഏറെ വൈകാരിക ബന്ധമുള്ള ചെറുപ്പക്കാരനായിരുന്നു അദ്ദേഹം, പ്രവാചകത്വത്തിന് മുമ്പും ശേഷവും. അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവും യഥാർത്ഥ ജ്ഞാനവും നുബുവത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. ആ അറിവിന്റെ അടിസ്ഥാനത്തിൽ, ഈ തിരിച്ചറിവിന്റെ ബലത്തിൽ, ഈ സത്യത്തിന്റെ പ്രതലത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം 3 വർഷക്കാലം രഹസ്യ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തി. പിന്നീട് പരസ്യമായിട്ട് ആശയ പ്രബോധന പ്രചാരണവുമായി രംഗത്ത് വരാൻ കൽപ്പനയുണ്ടായപ്പോൾ ആ കൽപ്പന അപ്പടി ശിരസ വഹിച്ചുകൊണ്ട് രംഗത്ത് എഴുന്നേറ്റ് നിന്നു. അവിടെ മുതൽ പ്രതികരണങ്ങൾ പ്രതിഷേധങ്ങളായി, വിദ്വേഷങ്ങളായി, പീഡനങ്ങളായി, അവസാനം തിരുനബിയെ കൊല്ലുന്ന ഇടം വരെ, കൊലപാതകത്തിന് അവർ മുതിരുന്ന സന്ദർഭം വരെ എത്തി. ഈ ആദ്യ നാളുകളിൽ തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമസ്കരിക്കാനുള്ള ആഹ്വാനം ലഭിച്ചിരുന്നു. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല. പ്രവാചകൻ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമായ നിർദ്ദേശം. നമസ്കാരം നിർബന്ധമാക്കപ്പെടുന്നതിന് മുമ്പ് ഒരു സമുദായത്തിന്റെ നായകനായും ഒരു സമൂഹത്തിലെ പ്രവാചകനായും എഴുന്നേറ്റ് നിന്ന ഹബീബിന് നൽകിയ പ്രത്യേക നിർദ്ദേശം, യാ അയ്യുഹൽ മുസമ്മിൽ, പുതപ്പിട്ട് മൂടി കിടക്കുന്നവനെ, ഖും, എഴുന്നേൽക്കുക, ഖുമിൽ ലൈല ഇല്ലാ ഖലീല, രാത്രിയിൽ കുറച്ച് ഭാഗം ഒഴികെ എഴുന്നേറ്റ് നമസ്കരിക്കുക.
നിസ്ഫഹു അല്ലെങ്കിൽ രാത്രിയുടെ പകുതിയെങ്കിലും, ഔസിദ് അലൈഹി അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ, നിസ്ഫഹു അവിൻഖുസ് മിൻഹു ഖലീല പറ്റാതെ വരുമ്പോൾ കുറച്ച് കുറക്കാം, ഔസിദ് അലൈഹി കൂട്ടുകയും ചെയ്യാം, വറത്തിൽ ഖുർആന തർത്തീല നിർത്തി ഈണത്തോടുകൂടി ആശയം അറിഞ്ഞുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്ത് അങ്ങ് നമസ്കരിക്കണം. ഈ നമസ്കാരം നിർവഹിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഇടം ഏതെന്ന് ഹബീബിന് അറിയാം. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കഅബാലയത്തിന്റെ മുറ്റം നമസ്കരിക്കാനായി തെരഞ്ഞെടുത്തു. 360-ലധികം പ്രതിഷ്ഠകൾ അകത്തും പുറത്തും നിലകൊള്ളുന്ന പശ്ചാത്തലത്തിൽ ആ ഭവനവുമായി ഹബീബിന് ഏറെ ബന്ധമുണ്ടായിരുന്നു. പ്രവാചകനായി രംഗത്ത് വരുന്നതിന് മുമ്പ് ആ ഭവനം പുതുക്കി പണിയുന്ന സന്ദർഭത്തിൽ ഹജറുൽ അസ്വദ് ആ മൂലയിൽ എടുത്തു വെക്കേണ്ടത് ആരെന്ന മക്കയിലെ പ്രഗൽഭർക്കിടയിലുള്ള തർക്കത്തിന് മധ്യസ്ഥനായി അവർ തെരഞ്ഞെടുത്തത് ഈ ഹബീബിനെ ആയിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു തുണി എടുത്ത് വിരിച്ച് സ്വന്തം കൈ കൊണ്ട് ഹജറുൽ അസ്വദിനെ അതിന്റെ മധ്യത്തിൽ എടുത്തു വെച്ച ശേഷം സകല ഗോത്രത്തിലെയും നേതാക്കന്മാരെ ഈ തട്ടത്തിന്റെ തുണിയുടെ 4 ഭാഗത്തും അതിന്റെ ചുറ്റുഭാഗത്തും പിടിക്കാൻ ആവശ്യപ്പെട്ടു. അവർ ഒന്നിച്ച് പിടിച്ച് പൊക്കിയിട്ട് കഅബാലയത്തിന്റെ ഹജറുൽ അസ്വദ് ഇരിക്കേണ്ട മൂലയുടെ അടുത്ത് വരെ അവർ കൊണ്ടുവന്ന് നിർത്തിയ കല്ല് സ്വന്തം കൈ കൊണ്ട് ഹബീബ് പിടിച്ച് താങ്ങിയെടുത്ത് യഥാസ്ഥാനത്ത് വെച്ചു. അത് ഹജറുൽ അസ്വദിന്റെ സ്ഥാനത്ത് തന്നെ. അത്രയും ആ ഭവനത്തിന്റെ നിർമ്മാണത്തിൽ വരെ പ്രവാചകനാകുന്നതിന് മുമ്പ് വലിയ അംഗീകാരത്തോടു കൂടി തന്നെ പങ്കുവഹിച്ച വ്യക്തിത്വമായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ് ആ കഅബാലയത്തിന്റെ ചുമരിൽ ചാരിക്കിടക്കാറുണ്ടായിരുന്നു. പ്രവാചകത്വ പ്രവർത്തനവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ സ്വന്തം അനുചരന്മാർ മർദ്ദിക്കപ്പെടുന്ന പശ്ചാത്തലത്തിലും ആ ഭവനത്തിന്റെ ചുറ്റുവട്ടത്ത് തന്നെയായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. ആ ഭവനത്തിന്റെ മുറ്റത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാൻ ശ്രമിച്ചു. നമസ്കാരം നടത്തുന്നത് അവർക്ക് സഹിച്ചില്ല. അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളിയാക്കാനും പരിഹസിക്കാനും ശബ്ദഘോഷങ്ങളോടുകൂടി നമസ്കാരത്തിലെ മനസ്സാന്നിധ്യം തെറ്റിക്കാനും ശ്രമിക്കുകയുണ്ടായി. പക്ഷെ അപ്പോഴും ഹബീബ് തന്റെ നമസ്കാരം നിർത്തിയില്ല. രോഷം സഹിക്കവയ്യാതെ അബൂജഹലും പാർട്ടിയും ഒട്ടകത്തിന്റെ കുടൽമാലകൾ വാരി വലിച്ചു കൊണ്ടുവന്ന് ഹബീബിന്റെ കഴുത്തിലിട്ടു. സുജൂദിൽ കിടക്കെ സുജൂദിൽ നിന്ന് പൊങ്ങാൻ കഴിയാതെ മുകളിൽ കത്തി നിൽക്കുന്ന സൂര്യന് കീഴെ താഴെ ചുട്ടുപൊള്ളുന്ന മണലിൽ സാഷ്ടാംഗ പ്രണാമത്തിൽ ഹബീബ് കടന്ന് വേവലാതിപ്പെടേണ്ടി വന്നു. ആരോ പറഞ്ഞു കേട്ട് വിവരമറിഞ്ഞ ഫാത്തിമ സഹ്റ റളിയല്ലാഹു തആല അൻഹ ഓടി വന്ന് പുരുഷാരം നോക്കി നിൽക്കെ തന്റെ കുഞ്ഞു കൈകൾ കൊണ്ട് ആ കുടൽമാലകൾ വലിച്ചു മാറ്റിയപ്പോൾ മാത്രമാണ് ഹബീബിന് സുജൂദിൽ നിന്ന് ഉയരാൻ കഴിഞ്ഞത്. അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സല്ല. ആ രംഗത്തെ നമ്മുടെ മുമ്പിൽ കൃത്യമായി വർണ്ണിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ സൂറ അൽ അലഖിൽ അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സല്ല, തന്റെ ദാസൻ നമസ്കരിച്ചു കൊണ്ടിരിക്കെ തടഞ്ഞവനെ നീ കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ രംഗ വിശദീകരണം നമ്മുടെ മുമ്പിൽ നടത്തുന്നു. അതിനകത്ത് കയറി ഒന്ന് പ്രാർത്ഥിക്കാൻ ഹബീബ് ഏറെ കൊതിച്ചു. അതുകൊണ്ട് താക്കോല് സൂക്ഷിപ്പുകാരനായ അവിടുത്തെ അറിയപ്പെടുന്ന കുടുംബത്തിലെ ഉസ്മാൻ ഇബ്നു ത്വൽഹയോട് ഒരിക്കൽ ഹബീബ് കെഞ്ചി, എനിക്ക് വേണ്ടി ആ കവാടം ഒന്ന് തുറന്നു തരണം, എനിക്കതിനകത്ത് കയറി ഒന്ന് പ്രാർത്ഥിക്കാനാണ്. പക്ഷേ അഹങ്കാരം തലക്ക് പിടിച്ച, സത്യത്തെ തിരിച്ചറിയാൻ കഴിയാതെ പോയ, സത്യത്തിന്റെ വക്താവിനെ യഥാവിധി മനസ്സിലാക്കാൻ കഴിയാതെ പോയ ഉസ്മാൻ ഇബ്നു ത്വൽഹ ഗർജിച്ചു, നീ പുത്തൻ പ്രസ്ഥാനക്കാരനാണ്, നിനക്ക് വേണ്ടി നിന്റെ കവാടം തുറക്കുന്ന പ്രശ്നമേ ഇല്ല, നിനക്ക് വേണ്ടി നിന്റെ കവാടം തുറന്നാൽ പിന്നെ ഞങ്ങൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ മൊഴിഞ്ഞു, ഉസ്മാൻ നീ കരുതി വെച്ചോ, ഒരു നാള് വരും, അന്ന് ഈ കവാടം, ഈ പ്രദേശം, ഈ ഭവനം എന്റെ കയ്യിലായിരിക്കും, എങ്കിൽ ഞങ്ങൾ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞില്ലേ എന്ന് ഉസ്മാൻ ഇബ്നു ത്വൽഹ പ്രതിഷേധ സ്വരത്തിൽ വീണ്ടും ശബ്ദിച്ചു. ആ ഭവനത്തിന്റെ തിരുമുറ്റത്തിട്ട് ഒരുപാട് പീഡനങ്ങൾ ഹബീബും കൂട്ടനും സഹിക്കേണ്ടി വന്നു. സഹികെട്ട അനുയായികളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബ്ശീനയിലേക്ക്, എത്യോപ്യയിലേക്ക്, ക്രൈസ്തവ രാജാവിന്റെ നാട്ടിലേക്ക് ഹിജ്റ ചെയ്തു കൊള്ളാൻ ആവശ്യപ്പെട്ടു. നിൽക്കാൻ കഴിയാതെ വന്ന ഒരു ഘട്ടത്തിൽ ഹബീബ് സഹായം തേടി മക്ക വിട്ട് തായിഫിലേക്ക് പോയി. തായിഫുകാർ മുസ്ലിമീങ്ങളായതുകൊണ്ടായിരുന്നില്ല, തന്റെ ഉമ്മയുടെ കുടുംബത്തിൽപ്പെട്ട ഏതോ ചില ആളുകൾ
അകന്ന ബന്ധത്തിൽപ്പെട്ടവർ അവിടെ ഉണ്ട് എന്നതുകൊണ്ട് അത്തരത്തിലൊരു സോഫ്റ്റ് കോർണർ, ഒരു തരം ദയ എന്നോട് കാണിച്ചേക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഹബീബിന്റെ സഹായം തേടിയുള്ള യാത്ര. ആ കാലഘട്ടത്തിലെ നാട്ടുരാജ്യങ്ങളുടെ നിയമക്രമം അനുസരിച്ച് ഒരു നാട്ടിൽ ജീവിക്കുന്ന ഒരാൾ മറ്റൊരു നാട്ടുകാരോട് സഹായം തേടുന്നതോടുകൂടി ആ നാട്ടിലെ ആ വ്യക്തിയുടെ പൗരത്വം നഷ്ടപ്പെടുമായിരുന്നു. അതുകൊണ്ട് ത്വായിഫിലേക്ക് സഹായം തേടിപ്പോയത് മക്കക്കാർ അറിഞ്ഞാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തിരിച്ച് മക്കയിൽ പ്രവേശിക്കാൻ കഴിയില്ല. കാരണം മക്കയിലെ അദ്ദേഹത്തിന്റെ സിറ്റിസൺഷിപ്പ്, അദ്ദേഹത്തിന്റെ പൗരത്വം അതോടെ റദ്ദായി പോയി. അതുകൊണ്ട് സഹായിക്കാൻ തയ്യാറില്ലാതെ മർദ്ദിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന അക്കൂട്ടരോട് ഹബീബ് ഇങ്ങനെ കെഞ്ചി, നിങ്ങൾ എന്നെ സഹായിക്കുന്നില്ലെങ്കിൽ വേണ്ട, പക്ഷെ ദയവ് ചെയ്ത് ഞാൻ ഇവിടെ വന്ന വിവരം നിങ്ങൾ മക്കക്കാരെ അറിയിക്കരുത്. പക്ഷെ അവർ ഹബീബ് എത്തും മുമ്പേ മക്കക്കാരെ വിവരം അറിയിച്ചു, ഇതാ നിങ്ങളുടെ നാട്ടുകാരൻ മുഹമ്മദ് ഞങ്ങളുടെ അടുക്കൽ സഹായം തേടി വന്നിരിക്കുന്നു എന്ന്. അതോടുകൂടി ഹബീബിന് പിന്നെ മക്കയിലേക്ക് പ്രവേശിക്കാൻ പറ്റാതായി. മക്കക്കും തായിഫിനും ഇടയിൽ മക്കയുടെ അതിർത്തിയോട് ചേർന്ന നോ മാൻസ് ലാൻഡിൽ, ആരുടേതുമല്ലാത്ത ഭൂപ്രദേശത്ത് ഹബീബ് തങ്ങേണ്ടി വന്നു. മുത്അബ് ബിൻ അദി എന്ന് പറയുന്ന ഒരു നോൺ മുസ്ലിം, ഒരു ഗൈർ മുസ്ലിം, ഒരു മുശ്രിക്, അദ്ദേഹത്തിന്റെ കഫാലത്തിൽ, സ്പോൺസർഷിപ്പിലാണ് പിന്നീട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് പ്രവേശിച്ചത്. അദ്ദേഹം ഹബീബിന്റെ കൈ പിടിച്ച് കഅബാലത്തിന്റെ പരിസരത്ത് കൊണ്ടുപോയി നിർത്തിയിട്ട് പറഞ്ഞു, ഞാൻ മുഹമ്മദിന് അഭയം കൊടുത്തിരിക്കുന്നു. എന്റെ അഭയത്തിൽ, എന്റെ കഫാലത്തിന് കീഴിലാണ് മുഹമ്മദ് ഇവിടെ ജീവിക്കുന്നത് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കയിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞത്. പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ കാര്യമായ ആലോചനകളും ഗൂഢാലോചന നടന്നുകൊണ്ടിരുന്നു. അപ്പോഴേക്ക് നുബുവത്തിന്റെ 12 കൊല്ലം പൂർത്തിയായിരുന്നു. പ്രവാചകത്വത്തിന്റെ 12 വർഷം, ഒരു വ്യാഴവട്ടക്കാലം. അസന്ദർഭത്തിൽ 5 വക്ത് നമസ്കാരം ഇസ്ലാമിക സമൂഹത്തിന് നിർബന്ധമായി. 5 വക്ത് നമസ്കാരം നിർബന്ധമായി കിട്ടിയ പശ്ചാത്തലത്തിൽ അത് നിർവഹിക്കാൻ ഏറ്റവും അർഹതപ്പെട്ട ആ ഭവനത്തിന്റെ മുറ്റത്ത്, അതിന്റെ പരിസരത്ത് വേണ്ട ആ ഉമ്മുൽ ഖുറ, ഭൂമിയുടെ കേന്ദ്രമായി നിലകൊള്ളുന്ന നാഗരികതകളുടെ മാതാവായി സവിശേഷമായി പരിചയപ്പെടുത്തപ്പെട്ട മക്കയിൽ അവർക്ക് സംഘടിതമായി നമസ്കരിക്കാൻ പറ്റിയിരുന്നില്ല. അന്തരീക്ഷം ഏറെ മാറിയിരുന്നു. ഹബീബിനെ വധിക്കാനുള്ള ശ്രമങ്ങൾ വലിയ അളവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ നാട് വിട്ട് മദീനയിലേക്ക് പോയിക്കൊള്ളാൻ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബയ്ക്ക് നിർദ്ദേശം നൽകി. അവസാനം ഹബീബും ഹിജ്റ പുറപ്പെട്ടു. വീട്ടിൽ നിന്ന് ഇറങ്ങി സൗർ ഗുഹയിൽ തങ്ങി. സൗർ ഗുഹയിൽ നിന്ന് പിന്നീട് സാധാരണ മക്കക്കാർ സഞ്ചരിക്കാത്ത വഴിയിലൂടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹും കൂടി ഹിജ്റ പലായനം നടത്തുമ്പോൾ ഒട്ടകത്തിന്റെ മൂക്കുകയറ് പിടിച്ച് വിശ്വസ്തനായ വഴികാട്ടിയായി നിലകൊള്ളുന്നത് അബ്ദുല്ലാഹ് ഇബ്നു ഉറൈഖത്ത് എന്ന് പറയുന്ന ഒരു സഹോദര സമുദായ അംഗമായിരുന്നു. പക്ഷെ അപ്പോഴേക്കും ദഅവത്ത് അവിടെ പൂർത്തീകരിക്കപ്പെട്ടിരുന്നു. ഇസ്ലാമിന്റെ പ്രബോധന പ്രചാരണ പ്രവർത്തനങ്ങളുടെ മുമ്പിൽ മക്കയിലെ അവസാനത്തെ ആളും ശ്രോതാവായി മാറിക്കഴിഞ്ഞിരുന്നു. അല്ലെങ്കിൽ കേൾക്കാത്ത ഒരാളും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ പക്ഷത്തേക്ക് മാറേണ്ടവർ മാറുകയും എതിർപക്ഷ നിലയുറപ്പിക്കേണ്ടവർ നിലയുറപ്പിക്കുകയും രണ്ടിനും മധ്യേ നിസ്സംഗത കൈകൊണ്ടവർ നിസ്സംഗരായി നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു മാറ്റം അവിടെ സംഭവിച്ചിരുന്നു. അതുകൊണ്ട് അന്നേ വരെ യാ ഖൗമി എന്റെ ജനങ്ങളെ എന്ന് വിളിച്ച് സ്നേഹമസൃണമായ ഭാവേന ഹൃദയം കയ്യിലെടുത്തുകൊണ്ട് ഇസ്ലാമിക സന്ദേശങ്ങളെയും ഖുർആനിക അധ്യാപനങ്ങളെയും കേൾപ്പിച്ചുകൊണ്ടിരുന്ന തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഹിജ്റക്ക് മുമ്പ് അള്ളാഹുവിന്റെ കൽപ്പനാനുസാരം അവരെ കാഫിരീങ്ങളെ എന്ന് വിളിച്ചു. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, അല്ലയോ കാഫിരീങ്ങളെ. സത്യം അറിഞ്ഞിട്ടും സത്യത്തിന്റെ വക്താക്കളായി മാറുന്നില്ല എന്നത് പോവട്ടെ, സത്യത്തിന്റെ എതിർപക്ഷ നിലയുറപ്പിച്ച കാഫിരീങ്ങളെ, നിഷേധികളെ, ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ദർശനവും ജീവിതക്രമവും, ഞങ്ങൾക്ക് ഞങ്ങളുടെ ദർശനവും ഞങ്ങളുടേതായ ജീവിതക്രമവും. ശരിക്കും ദഅവത്തിന്റെ പൂർത്തീകരണത്തിൽ ഈമാനും കുഫറും 2 തട്ടിലേക്ക് വേർതിരിഞ്ഞ സന്തോഷകരമായ ഒരു അവസ്ഥയിലെ കൃത്യമായ വിളിയാളമായിരുന്നു ഖുർആനിൽ ഒരിക്കൽ മാത്രം വന്ന ഈ വിളി. ഒരിടത്ത് മാത്രമേ കാഫിരീങ്ങളെ എന്ന വിളി ഖുർആനിലുള്ളൂ. കുഫറിനെ കുറിച്ച് ധാരാളമായി, കാഫിരീങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ ധാരാളമായി പറഞ്ഞിട്ടുണ്ടെങ്കിലും കാഫിരീങ്ങളെ എന്ന വിളി ഒരിക്കൽ മാത്രമാണ്. അങ്ങനെ ഹിജ്റ സംഭവിച്ചു.
ഹിജ്റ നടന്നുകൊണ്ടിരിക്കെ തന്നെ മക്കയുടെ അതിർത്തി വിട്ട ഹബീബിന് അങ്ങനെ അങ്ങ് പോകാൻ കഴിഞ്ഞില്ല. ഈ ഭവനത്തോടുള്ള കൂറ്, അന്യാധീനപ്പെട്ടു പോയ കേന്ദ്രത്തോടുള്ള വല്ലാത്ത ആഗ്രഹം, അതിന്റെ ചുറ്റും ജീവിക്കാനുള്ള മോഹം, അതുകൊണ്ട് ഹബീബ് മക്കയിലേക്ക് തിരിഞ്ഞു നിന്നു. കഅബയെ നോക്കി സലാം പറഞ്ഞു, വിതുമ്പി കരഞ്ഞു. അങ്ങനെ ഏറെ നേരം വൈകാരികമായ ഒരു നൃത്തം. ഹബീബ് നിന്നു എന്ന് ചരിത്രം പറയുന്നു. എന്നിട്ട് മെല്ലെ അദ്ദേഹം തിരിഞ്ഞു നോക്കിക്കൊണ്ട് നടന്നുപോയി മദീനയിലേക്ക്. മദീനയിലെത്തി. മദീന ഇസ്ലാമികമായ രാഷ്ട്രമായിട്ട് മാറി. ഇമാമത്തും ഇമാറത്തും ഹബീബിൽ കേന്ദ്രീകൃതമായി. സമുദായത്തിന്റെ നേതൃത്വവും രാഷ്ട്രത്തിന്റെ നേതൃപദവിയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിലെത്തി. ബദറും ഉഹുദും കഴിഞ്ഞു. ഹിജ്റ 6-ാം വർഷത്തിൽ ഈ കഅബയിലേക്ക് ഉംറ ഉദ്ദേശിച്ച് പുറപ്പെടാൻ തീരുമാനിച്ചു. ആ ഭവനത്തോടുള്ള വൈകാരികത അവസാനിക്കുകയില്ല. അതുകൊണ്ട് നമ്മുടെ കയ്യിലല്ലെങ്കിലും നമ്മുടെ കയ്യിൽ വരേണ്ടുന്ന ഭവനം, നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിലും നമുക്ക് ബന്ധവിച്ഛേദനം നടത്താൻ കഴിയാത്ത ഭവനം, അതുകൊണ്ട് ആ ഭവനത്തിലേക്ക് ഉംറ പോകാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഹ്വാനം ചെയ്തു. നല്ല കഴിവും ശേഷിയുമുള്ള രണാങ്കണത്തിൽ വീരശൂര പരാക്രമികളായി വിളങ്ങി നിന്ന് ബദറിൽ കഴിവ് തെളിയിച്ച, ഉഹദിൽ അവസാന നിമിഷത്തിലും ഇസ്ലാമിനെ വിട്ട് ഓടാതെ നിന്ന, രണാങ്കണം വിടാതെ പോയ വീരശൂര പരാക്രമികളായ സഹാബെ കിറാം റളിയല്ലാഹു തആല അൻഹും അവർ ഉംറക്ക് തയ്യാറെടുത്തു. അങ്ങനെ ഒരു ഉംറ സംഘം ആയുധ വിഭൂഷിതരല്ലാതെ, സാധാരണഗതിയിൽ എളിയിൽ തൂക്കി വെക്കുന്ന വാളിനപ്പുറത്ത് മറ്റൊന്നും കയ്യിലില്ലാതെ, കരുതി വെച്ച ഒരു പരിച പോലും കയ്യിലില്ലാതെ അവർ ഉംറക്ക് പുറപ്പെട്ടു. ഉംറ ഉദ്ദേശിച്ച് പുറപ്പെട്ടു. പക്ഷെ വിവരമറിഞ്ഞ് മക്കക്കാർ അവിടുന്ന് ഇങ്ങോട്ടും യാത്ര തിരിച്ചു. എന്തായിരുന്നാലും ഇങ്ങനെ ഒരു വരവ് സമ്മതിക്കില്ല. ഈ ഭവനത്തിൽ അവിടെ ആധിപത്യം അംഗീകരിച്ചു കൊടുക്കില്ല. ആർക്കും വന്നു പോകാൻ സ്വാതന്ത്ര്യമുള്ള അവസ്ഥയിൽ ആർക്കും തടയപ്പെടാൻ പാടില്ലാത്ത ഭവനമാണ്. അത് പാരമ്പര്യമായി അങ്ങനെയാണ് അവർ കൊണ്ടു നടന്നത്. പക്ഷേ മുഹമ്മദിനും കൂട്ടർക്കും വേണ്ടി ഇത് സമ്മതിച്ചു കൊടുക്കില്ല. അതുകൊണ്ട് വഴിയിൽ തടഞ്ഞു. അവസാനം ഒരു സന്ധിക്ക് തയ്യാറായി. യുദ്ധമില്ലാത്ത ഒരു അവസ്ഥ സംഭവിക്കുമെങ്കിൽ അവസാനം വരേക്കും സമാധാനത്തിന് വേണ്ടി ഏതറ്റം വരേക്കും പോയി പോകാൻ, എന്ത് വിട്ടുവീഴ്ചക്കും തയ്യാറാകാൻ സമാധാനത്തിന്റെ ദർശനത്തിന്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതിച്ചു. അങ്ങനെ അവസാനം ചർച്ചകളൊരു കരാറുണ്ടായി. സന്ധിയും സന്ധി വ്യവസ്ഥകളും പറഞ്ഞുറപ്പിച്ചു. അത് രേഖപ്പെടുത്തി ഒപ്പുവെക്കുന്ന ഇടം വരെ കാര്യങ്ങളെത്തി. തികച്ചും ഇസ്ലാമിന് വിരുദ്ധമായ ഏകപക്ഷീയമായ കരാർ വ്യവസ്ഥകളായിരുന്നു ഈ കരാറിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതങ്ങ് സമ്മതിച്ചു കൊടുക്കാൻ സഹാബെ കിറാം റളിയല്ലാഹു തആല അൻഹും അവർ തയ്യാറായില്ല. പക്ഷെ ഹബീബ് അതിന് തയ്യാറായി. മക്ക വിട്ട് മദീനയിലേക്ക് വരുന്നവരെ തിരിച്ചു തരണം. ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് മക്കയിൽ നിന്ന് ആരെങ്കിലും മദീനയിലേക്ക് വന്നാൽ തിരിച്ചു തരണം. മദീനയിൽ നിന്ന് ആര് വന്നാലും തിരിച്ചു തരില്ല. നിങ്ങൾ ഈ വർഷം തിരിച്ചു പോകണം. നിങ്ങളുടെ ഉംറ ഉദ്ദേശം ഇപ്രാവശ്യം നടപ്പില്ല. അടുത്ത വർഷം നിങ്ങൾ വന്ന് ഉംറ ചെയ്ത് പോയിക്കൊള്ളണം. നീ മുഹമ്മദുൻ റസൂലുള്ളയാണെന്ന് ഞങ്ങൾ സമ്മതിക്കില്ല. നീ അള്ളാഹുവിന്റെ ദൂതനാണെന്ന് സമ്മതിച്ചാൽ നമ്മൾ തമ്മിൽ പ്രശ്നമില്ലല്ലോ. ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഏകപക്ഷീയമായ ഉപാധികൾ നിറഞ്ഞ ഒരു കരാർ ഹബീബും അവരും തമ്മിൽ എഴുതിയുണ്ടാക്കേണ്ടി വന്നു. എഴുത്തുകാരൻ കാത്തിബ് റൈറ്റർ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവാണ്. ഈ വ്യവസ്ഥകൾ എഴുതാൻ അദ്ദേഹത്തിന് അങ്ങ് സമ്മതമല്ലായിരുന്നു. പക്ഷെ ഹബീബിന്റെ ആജ്ഞക്കുമ്പിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു എഴുതി തുടങ്ങി. ഹാദാ മാ സാലഹ മുഹമ്മദുൻ റസൂലുള്ളാഹ്. അതിന്റെ ആദ്യ വരി അങ്ങനെയാണ്. ഇത് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദും മക്കക്കാരായ ഖുറൈശി പ്രമുഖരും നേതൃത്വവും തമ്മിലുള്ള കരാറാണ്, സന്ധിയാണെന്ന് എഴുതി തുടങ്ങിയപ്പോൾ അവർ ഉടക്ക് വെച്ചു. അത് സമ്മതിക്കില്ല. മുഹമ്മദുൻ റസൂലുള്ള എന്ന് സമ്മതിക്കുന്ന പ്രശ്നമേ ഇല്ല. അതുകൊണ്ട് റസൂലുള്ള എന്ന് വെട്ടാൻ റസൂലുള്ളാഹി ആജ്ഞാപിച്ചു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനോട്. അലി സമ്മതിച്ചില്ല. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു വല്ലാതെ വൈകാരികമായി പ്രതികരിച്ചു. മറ്റു സഹാബത്തും വല്ലാത്ത അളവിൽ ഇങ്ങനെ ഒരു സംഗതിക്ക് വഴങ്ങിക്കൊടുക്കേണ്ടി വന്നല്ലോ എന്ന ജാല്യത്തിലും വേദനയിലും ദുഃഖത്തിലും അപകർഷതാബോധത്തിലുമായി പോയി. അന്നേ വരെ ഹബീബിനോട് അനുസരണക്കേട് കാണിക്കാത്ത പലരും അനുസരണക്കേടിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞു തുടങ്ങി. വായന അറിയാത്ത ഹബീബ് ചോദിച്ചു,
എവിടെയാണ് അലി റസൂലുള്ള എന്ന് എഴുതിയിരിക്കുന്നത് എന്ന്. അതുകൊണ്ട് റസൂലുള്ള എന്ന് എഴുതിയ ഭാഗം അലി തന്റെ കൈ വെച്ച് കാണിച്ചു കൊടുത്തപ്പോൾ സ്വന്തം കൈ കൊണ്ട് ഹബീബ് അത് മായ്ച്ചു കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എഴുത് മുഹമ്മദ് ഇബ്നു അബ്ദില്ല, അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് എന്ന് എഴുതാൻ ആജ്ഞാപിച്ചു. നിവൃത്തിയില്ലാതെ അലി അങ്ങനെ എഴുതി. കരാറിന്റെ ബാക്കി വർത്തമാനങ്ങളെല്ലാം രേഖപ്പെടുത്തി ഒപ്പുവെച്ചിട്ട് പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്നു. സഹാബത്തിനോട് പറഞ്ഞു, തലമുണ്ടനം ചെയ്യുക, ഇഹ്റാമിൽ തഹല്ലുലാവുക, ബലിമൃഗത്തെ അറുക്കുക, എന്നിട്ട് നമുക്ക് മദീനയിലേക്ക് തിരിക്കാം. ആരും തയ്യാറായില്ല. അന്നേ വരെ അനുസരണം മാത്രം കാഴ്ചവെച്ച് ശീലിച്ച സഹാബത്ത് അനുസരിക്കാൻ തയ്യാറായില്ല. ഹബീബ് വല്ലാതെയായി. തന്റെ യാത്രയിൽ കൂടെയുള്ള കുടുംബിനിയുമായി കൂടിയാലോചിച്ചു. കുടുംബിനി പറഞ്ഞു, അങ്ങ് തലമുണ്ടനം ചെയ്യൂ, അങ്ങ് ബലിയറുക്ക്, അങ്ങ് ഇഹ്റാം തഹല്ലുലാകു, എന്നിട്ട് നമുക്കങ്ങ് പോകാം. അപ്പോൾ ഇവരും കൂടെ വന്നേക്കും. അതപ്പടി ഹബീബ് സ്വീകരിച്ചു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തലമുണ്ടനം ചെയ്തു, ബലിയറുത്തു, ഇഹ്റാമിൽ തഹല്ലുലായി. അദ്ദേഹത്തിന്റെ തിരുനബിയുടെ ഒട്ടകം യാത്ര പുറപ്പെട്ടു, മദീന ലക്ഷ്യമാക്കി. അപ്പോൾ ഓരോരുത്തരായിട്ട് ഈ വിധം ചെയ്ത് അവരും അങ്ങനെ വലിയ മനോവേദനയോടെ ആത്മാഭിമാനം ക്ഷതപ്പെട്ടവരായി അവരും മദീനയിലേക്ക് പുറപ്പെട്ടു. അത്തരം ഒരു ഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിട്ടുവീഴ്ചയെ സമാധാനത്തിന് വേണ്ടി അങ്ങേ അറ്റം കലുഷമില്ലാത്ത ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച് ആ കാലുഷ്യത്തിൻ്റെതല്ലാത്ത സമാധാനത്തിന്റെ അന്തരീക്ഷത്തിൽ ഇസ്ലാമിന് വരാനിരിക്കുന്ന വിജയത്തിന്റെ ശുഭവൃത്താന്തം അറിയിച്ചുകൊണ്ട് സൂറ അൽ ഫത്ഹ് അവതരിപ്പിച്ചു. ആ ഫത്ഹിന്റെ ആദ്യ ഭാഗമാണ് മുഖദ്ദിമയിൽ ഓതി കേൾപ്പിച്ചത്. സമാധാനം നിലനിൽക്കുന്നിടത്ത് ഇസ്ലാം വളരും. കലുഷ്യവും വിദ്വേഷവും വർഗീയതയും വെറുപ്പും രക്തം ചിന്തലും നിലനിൽക്കുന്നിടത്ത് ഇസ്ലാം തളരും. ഇത് സവിശേഷമായി പഠിപ്പിക്കുകയാണ് ഖുർആൻ. ചരിത്രത്തിന്റെ ഇത്രയും നീണ്ട നാൾ വഴികൾക്കൊടുവിൽ കൂടെയുള്ള സഹാബത്ത് യുദ്ധത്തിന് പറ്റുന്ന, അതിന് കൃത്യമായിട്ട് പരിചയവും പാഠവുമുള്ള, ബദറിൽ അത്ഭുതം സൃഷ്ടിച്ച, ഉഹദിൽ അവസാന നിമിഷത്തിലും വീറ് കാഴ്ചവെച്ച ആളുകൾ കൂടെയുണ്ടായിട്ടും പാരമ്പര്യമായി കൊണ്ടു നടക്കുന്ന വാള് എളിയിൽ തൂങ്ങിക്കിടന്നിട്ടും ഉംറയാകുന്ന ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്ന മാർഗത്തിൽ മരിച്ചാൽ പോലും അത് ഒരിക്കലും ഒരു സമൂഹം വിലമതിക്കാത്തതോ നാഥൻ സ്വീകരിക്കാത്തതോ ആയ മരണമാവില്ല എന്ന് ഉറപ്പുണ്ടായിട്ടും ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ പഠിപ്പിച്ചു അല്ലാഹ്. അതിൽ ഒരു തരം മാനഹാനി സംഭവിച്ചതുപോലെ ആത്മാഭിമാനം മുറിപ്പെട്ട ഭാവേന ഇസ്ലാമിന്റെ മുന്നണി പോരാളികൾ തല താഴ്ത്തി അലസരായി മദീനയിലേക്ക് മുഖത്തിന്റെ പ്രക്ഷോഭമായ അവസ്ഥ വച്ചി മുഖകാന്തി നഷ്ടപ്പെട്ടവരായി അങ്ങനെ അലസഗമനം ചെയ്യുമ്പോൾ തമ്പുരാന്റെ വഹിയ്, ഇന്നാ ഫതഹ്നാ ലക ഫത്ഹം മുബീന, അല്ലയോ പ്രവാചകരെ, അങ്ങേക്ക് വളരെ വ്യക്തമായ വിജയമാണ് നാം നൽകിയത്, അങ്ങ് പരാജയപ്പെട്ടില്ല, ഇത് അങ്ങേക്ക് പരാജയവുമല്ല. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹം മുബീന. വിശുദ്ധ ഖുർആൻ 48-ാമത് അധ്യായം സൂറ അൽ ഫത്ഹിന്റെ ആദ്യ സൂക്തം. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹം മുബീന, പ്രവാചകരെ അങ്ങേക്ക് വ്യക്തമായ വിജയമാണ് നാം നൽകിയത്. ലിയഗ്ഫിറ ലകല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക്, ഇത് മുഖേന അല്ലാഹു നിങ്ങൾക്ക് കഴിഞ്ഞു പോയ പാപങ്ങളെ പുറത്തു തരാൻ ഉദ്ദേശിക്കുന്നു. വമാ തഅഖർ, ഇനി നിങ്ങൾക്ക് സംഭവിക്കാനിരിക്കുന്ന പാപങ്ങളെയും ഇത് മുഖേന നാം പുറത്തു തരാൻ ആഗ്രഹിക്കുന്നു. വയുതിമ്മ നിഅമതഹു അലൈക, എന്റെ അനുഗ്രഹങ്ങൾ അങ്ങയുടെ മേൽ പൂർത്തീകരിക്കാൻ നാം ഉദ്ദേശിക്കുന്നു. വയഹ്ദിയക സിറാത്തൻ മുസ്തഖീമ, നേരായ വഴിയിൽ ചൊവ്വായ മാർഗ്ഗേ അങ്ങയെ നയിക്കാൻ നാം ആഗ്രഹിക്കുന്നു. വയൻസുറകല്ലാഹ്, അല്ലാഹ് നിങ്ങളെ സഹായിക്കാൻ ഉദ്ദേശിക്കുന്നു, വിജയിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. നസ്റൻ അസീസ, അത്യുജ്വലമായ വിജയം, അജയ്യമായ സഹായം, അഭൗമികമായ സഹായം നൽകി അങ്ങയെ വിജയിപ്പിക്കാനും ഉദ്ദേശിക്കുന്നു. അതാണ് യഥാർത്ഥത്തിൽ വിജയം. സമാധാനം സ്ഥാപിക്കാൻ വേണ്ടി അങ്ങ് നടത്തിയ വിട്ടുവീഴ്ചയാണ് വിജയം. ഇനി അങ്ങോട്ട് സമാധാനം പുലരും. മക്കക്കും മദീനക്കും ഇടയിൽ പോക്കുവരവുകൾ നടക്കും, യുദ്ധമില്ലാത്ത അവസ്ഥ സംഭവിക്കും, കാലുഷ്യത്തിന്റെ അന്തരീക്ഷം മാറി സമാധാനത്തിന്റെ കാറ്റ് വീശും. സമാധാനത്തിന്റെ അന്തരീക്ഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കുവരവ് നടക്കുമ്പോ, നിങ്ങൾക്ക് അങ്ങോട്ട് ചെല്ലാനും അവർക്ക് നിങ്ങളുടെ അടുക്കൽ വരാനും അവസരമുണ്ടാകുമ്പോ ഇസ്ലാം മനസ്സുകളെ കടന്നു പിടിക്കും, മനസ്സുകളെ
അത് കീഴ്പ്പെടുത്തും. ഈ സമാധാന അന്തരീക്ഷത്തിൽ മദീനയുടെ സുസ്ഥിതി, മദീനയുടെ സമാധാനം, മദീനയുടെ കൃത്യമായ നിലനിൽപ്പ്, അതിന്റെ സുസ്ഥിരത, അതിനകത്ത് ജീവിക്കുന്ന മനുഷ്യന് കിട്ടിക്കൊണ്ടിരിക്കുന്ന സൗകര്യങ്ങൾ, അതിലൂടെ അവർ അനുഭവിക്കുന്ന ഐശ്വര്യങ്ങൾ, അവർ പരലോകത്ത് ആഗ്രഹിക്കുന്ന വിജയത്തിലുള്ള ശുഭപ്രതീക്ഷ, അതവർക്ക് നൽകുന്ന കരുത്ത്, ഇത് അനുഭവിക്കാൻ അവർക്ക് അവസരമുണ്ടാകും. അതിലൂടെ മനസ്സുകൾ മാറും. അവിടെ മനസ്സിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അത് മുഖേന പ്രവാചകരെ അങ്ങേക്ക് വലിയ വിജയമാണ് വരാനിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ അങ്ങ് സമാധാനത്തിന് വേണ്ടി ഏതറ്റം വരെയും വിട്ടുവീഴ്ചയോടുകൂടി പോയ ഈ യാത്രയുണ്ടല്ലോ, ഈ സന്ധിയും ഈ കരാറുമെല്ലാം, അത് വലിയ വിജയമാണ്. അള്ളാഹു അത് മുഖേന നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പാപങ്ങൾ കഴിഞ്ഞതും വരുന്നതും പൊറുക്കാൻ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ പൂർത്തിയാക്കി തരാൻ, നേരായ വഴിയിൽ അറ്റം വരെ നിങ്ങളെ നയിക്കാനും അല്ലാഹു ഉദ്ദേശിക്കുന്നു എന്ന് മാത്രമല്ല, ഇതിന്റെ തുടർച്ചയിൽ ഏറ്റവും ഉജ്ജ്വലമായ വിജയം അങ്ങേക്ക് നൽകാനും നാം ആഗ്രഹിക്കുന്നു. യുദ്ധത്തിന് നിങ്ങൾക്ക് കഴിയാഞ്ഞിട്ടല്ല, തുടർന്ന് അല്ലാഹു പറയുകയാണ്, നിങ്ങൾ യുദ്ധത്തിന് കെൽപ്പുള്ളവരാണ്, നിങ്ങളതിന് പറ്റുന്നവരാണ്, നിങ്ങളത് തെളിയിച്ചവരാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ ഭീരുക്കളല്ല. നിങ്ങളോട് യുദ്ധത്തിന് അനുവാദം തന്നാൽ നിങ്ങൾ വീറോടുകൂടി പൊരുതും. രക്തസാക്ഷിത്വം നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നമാണല്ലോ. വൽ മൗതു ഫീ സബീലില്ലാഹി അഹ്ല അമാനീന, അല്ലാഹുവിന്റെ മാർഗത്തിലെ മരണം നിങ്ങൾക്ക് ഏറ്റവും മധുരമുള്ള അനുഭവമാണല്ലോ. അതുകൊണ്ട് നിങ്ങൾ മരിക്കാൻ തയ്യാറാവും. യുദ്ധത്തിന് കൽപ്പിച്ചാൽ നിങ്ങൾ അത് തയ്യാറെടുക്കും. പക്ഷേ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കൽപ്പന തരാതിരുന്നത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതേ അധ്യായത്തിലെ 25-ാം സൂക്തം, നിങ്ങൾ അറിയണം, നിങ്ങൾ അറിയാത്ത ഒരുപാട് പുരുഷന്മാർ, നിങ്ങൾക്കറിയാത്ത ഒരുപാട് സ്ത്രീകൾ അവിടെ മുസ്ലിമീങ്ങളായിട്ടുണ്ട് മക്കയിൽ. അവർ അവിടെ ഇസ്ലാമിനെ മറച്ചു വെച്ചിരിക്കുക. അവിടെയുണ്ട് ഒരുപാട് പേർ. ഈ സമാധാനത്തിന്റെ അന്തരീക്ഷത്തിൽ അത് വളരുകയാണ് ചെയ്യുക. ബദറിൽ ബന്ദികളായി പിടിക്കപ്പെട്ട നിങ്ങളുടെ കയ്യിൽ വന്നവർ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ഗുരുനാഥന്മാരായി മാറിയപ്പോൾ, ഓരോ 10 കുട്ടികളെയും പഠിപ്പിച്ചവർ ഓരോരുത്തരായി മക്കയിലേക്ക് തിരിച്ചെന്നപ്പോൾ അവർ നൽകിയ ഒരു വിവരമുണ്ട്. മദീന ഐശ്വര്യത്തിന്റെ മദീന, സമാധാനത്തിന്റെ മദീന, സുസ്ഥിരതയുടെ മദീന, ഹബീബിന്റെ മദീന, ഇസ്ലാമിനെ കുറിച്ചുള്ള മതിപ്പോടുകൂടിയാണ് അവർ തിരിച്ചു പോയത്. അതുകൊണ്ട് അവിടെ മാറ്റങ്ങൾ ഉണ്ടായിട്ട് നിങ്ങൾ അറിയാത്ത മനുഷ്യരുണ്ട് അവിടെ. നിങ്ങൾ അറിയാത്ത ഒരുപാട് മുസ്ലിം പുരുഷന്മാരും മുസ്ലിം സ്ത്രീകളും അവിടെ ഇല്ലായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് യുദ്ധത്തിന് അനുവാദം തരുമായിരുന്നു. അനുവാദം തന്നിരുന്നു എങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? നിങ്ങൾ അവരെയും ചവിട്ടി മതിക്കും. നിങ്ങൾക്കറിയില്ലല്ലോ ഇവർ മുസ്ലിമീങ്ങളാണോ ഇല്ലേ എന്ന്. അപ്പൊ നിങ്ങൾ അവരോട് പോരാടും. നിങ്ങൾ അവരോട് പോരാടും, അവരെ നിങ്ങൾ ചവിട്ടി മതിക്കും. അറിയാതെ അവർക്ക് പോറലേൽപ്പിച്ച, അവർക്ക് ആഘാതമേൽപ്പിച്ച, അവരെ കൊന്നുകളഞ്ഞ, അവർക്ക് പരിക്ക് പറ്റിച്ച, അവരെ വെട്ടിയ കുത്തിയ ആ ഒരു വലിയ ആക്ഷേപം കൂടി നിങ്ങൾക്കെതിരെ വരും. അത് സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങളെ തിരിച്ചുവിട്ടതാ. അതുകൊണ്ടാണ് നിങ്ങളെ തിരിച്ചുവിട്ടത്. അതുകൊണ്ട് പ്രവാചകരെ, ഇത് നിങ്ങൾക്ക് വിജയമാണ്. സമാധാനത്തിന്റെ അന്തരീക്ഷത്തിൽ ഇസ്ലാം വളരും. അതുകൊണ്ട് ഇസ്ലാമിന് 2 വർഷം പിന്നീട് കിട്ടി. ഹിജ്റ 6-ാം വർഷത്തിൽ ഈ ഹുദൈബിയ സന്ധി കഴിഞ്ഞു. ഹിജ്റ 7-ാം വർഷത്തിൽ ഇതേ സംഘം ഇതിനേക്കാൾ പ്രൗഢമായ രീതിയിൽ ഉംറ ചെയ്ത് തിരിച്ചുപോയി. അങ്ങോട്ടും ഇങ്ങോട്ടും ആദാന പ്രദാനങ്ങൾ ഉണ്ടായപ്പോൾ ഒരുപാട് പേർ ഇസ്ലാമിനെ മനസ്സാവരിച്ചു മക്കയിൽ. അതുകൊണ്ട് തൊട്ടടുത്ത വർഷം ഹിജ്റ 8-ാം വർഷത്തിൽ മക്കം ഫത്ഹിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വന്നപ്പോൾ തടയാൻ ആളുണ്ടായില്ല. അവിടെ ശത്രുവിന്റെ നില അവതാളത്തിലായി പോയി. എതിർക്കാൻ ആളില്ലാതെ പോയി. എതിർക്കാൻ ആളില്ലാതെ ഒരു രാഷ്ട്രവും ഒരു കേന്ദ്രവും ഇസ്ലാമിലെ പ്രവാചകനിൽ അടിയറവ് പറഞ്ഞു. കഅബാലയം ഹബീബിന്റെ കയ്യിലായി. അതിന്റെ നേതൃത്വം ഹബീബ് ഏറ്റെടുത്തു. ഈ പറഞ്ഞ ഉസ്മാൻ ബിൻ ത്വൽഹയെ വിളിച്ചു ഹബീബ്. ഉസ്മാൻ തആൽ. അന്നത്തെ സന്ദർഭം ഓർമ്മയുള്ള ഉസ്മാൻ ബിൻ ത്വൽഹ, ഈ ഭവനത്തിന്റെ താക്കോല് ചോദിച്ചിട്ട് കൊടുക്കാതെ പോയ ഞാൻ,
ഈ ഭവനത്തിന്റെ താക്കോലിന്റെ കയ്യിൽ വരുമെന്ന് അന്ന് മുഹമ്മദ് പറഞ്ഞ വർത്തമാനത്തിന്റെ ആ പ്രവചനത്തിന്റെ പുലർച്ച മുമ്പിൽ കണ്ട ഉസ്മാൻ മടിച്ച് തലകുനിച്ച് നാണം കുടുങ്ങിയായി വന്ന് നിന്നു. ഹബീബ് കഅബയുടെ കവാടം തുറന്നു. സത്യം വന്നു, മിഥ്യ തകർന്നു. എല്ലാ മിഥ്യയും എല്ലാ അസത്യങ്ങളും തകരാനുള്ളതാണ് എന്ന വിശുദ്ധ ഖുർആന്റെ സൂക്തം ഉദ്ധരിച്ച് ഹബീബ് അതിനകത്തേക്ക് കയറി. കൂടെ കയറിയവർ വിഗ്രഹങ്ങളെ എടുത്തു മാറ്റി. ആരായിരുന്നു വിഗ്രഹങ്ങളെ എടുത്തു മാറ്റിയത്? വീറോടും വാശിയോടും ആ വിഗ്രഹങ്ങൾക്ക് വേണ്ടി വാദിച്ചവർ. ആ ഭവനത്തെ അന്യാധീനപ്പെടുത്തി സ്വന്തമാക്കിയിട്ട് അതിനകത്ത് പ്രതിഷ്ഠകളെ കയറ്റിവെച്ച് ആ പ്രതിഷ്ഠകളുടെ മുമ്പിൽ കൈകൂപ്പി നിന്നവർ. അതുകൊണ്ട് മനാത്തെ എടുത്തു മാറ്റിയത് അബൂ സുഫിയാനായിരുന്നു. ഉസ്സ വിഗ്രഹത്തെ എടുത്തവന്റെ ഖാലിദ് വലീദായിരുന്നു. അബൂ സുഫിയാൻ ഹബീബിന് നേരെ ഒരുപാട് യുദ്ധങ്ങൾ നയിച്ച നേതാവ്. ഈ ഭവനത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി വൈകാരികമായി ഇടപെട്ട നേതാവ്. വീറോടും വാശിയോടും നിന്നവർ. ഖാലിദ് വലീദ് റളിയല്ലാഹു തആല അൻഹു ഹബീബിന് നേരെ ഒരുപാട് യുദ്ധത്തിൽ വീരശൂര പരാക്രമിത്വം കാണിച്ചതാ. ഉഹദിൽ ഹബീബിനെയും കൂട്ടരെയും പരാജയപ്പെടുത്താൻ കാരണക്കാരൻ ഖാലിദ. ആ ഖാലിദാണ് ഉസ്സ വിഗ്രഹത്തെ എടുത്തു മാറ്റിയത്. ആ അബൂ സുഫിയാനാണ് മനാത്തെ എടുത്തു മാറ്റിയത്. ആ ഭവനത്തിന്റെ താക്കോല് സൂക്ഷിപ്പുകാരനായി ആ ഭവനത്തിന്റെ അവകാശം സ്ഥാപിച്ചെടുത്ത അതേ ഉസ്മാൻ ഇബ്നു ത്വൽഹയുടെ കയ്യിലാണ്. അകത്തെ പ്രതിഷ്ഠകളെ എടുത്തു മാറ്റി പുറത്തെ പ്രതിമകളെ തച്ചു തകർത്ത് പൊങ്ങിയ ഖബറുകളെ നിരപ്പാക്കിയ ശേഷം അതിന്റെ അകം ശൂന്യമാക്കി ശുദ്ധമാക്കിയിട്ട് ആ താക്കോലിതെ ഉസ്മാന്റെ കയ്യിൽ തന്നെ കൊടുത്തു. അപ്പോൾ വീണ്ടും ആ താക്കോലിതെ ഉസ്മാന്റെ കയ്യിൽ തന്നെ. അവൻ അതിന്റെ സൂക്ഷിപ്പുകാരനായി. ഏതൊരു കൂട്ടരാണോ ആ ഭവനത്തെ ഹബീബിന് വിലക്കിയത്, ഏതൊരു കൂട്ടര് കാരണമായിട്ടാണോ ആ ഭവനം ഇസ്ലാമിലെ പ്രവാചകനും സഹാബത്തിനും അന്യാധീനപ്പെട്ടു പോയത്, അതേ ആളുകൾ മുഖേന തന്നെ ആ ഭവനം തിരിച്ചു പിടിച്ച അത്ഭുതകരമായ ചരിത്രം. നഷ്ടപ്പെട്ടു പോയ ഒരു ആരാധനാലയത്തെ വീറോടും വാശിയോടും വിദ്വേഷത്തോടെയും വെറുപ്പോടെയും അട്ടിമറിശ്രമത്തിന്റെയും പേരിലല്ല, അതിന്റെ ആളുകളായിരുന്ന ഒരു ജനതയുടെ മനം മാറ്റിയിട്ട് ഇന്നലെ വരെ കൈകൂപ്പി നിന്ന അതേ പ്രതിഷ്ഠകളെ അവരെടുത്തു മാറ്റി ആ ഭവനത്തെ ശുദ്ധീകരിച്ച് ഇതേ ഹബീബിന്റെ കയ്യിൽ കൊടുത്ത് അവിടെ മുതൽ അതിന്റെ താക്കോൽ സൂക്ഷിപ്പുകാരായി ആ മാർഗത്തിൽ മാറാൻ തയ്യാറുള്ള വ്യക്തിത്വങ്ങളായി അവരെ മാറ്റിയെടുത്തു. എങ്കിൽ മനം മാറ്റത്തിലൂടെ വ്യവസ്ഥാ മാറ്റം, അതിലൂടെ നഷ്ടപ്പെട്ടു പോയ ഭവനം തിരിച്ചു പിടിക്കുക എന്ന അത്ഭുതകരമായ രചനാത്മകമായ ക്രിയാത്മകമായ പ്രവർത്തന രീതിയിലൂടെ നഷ്ടപ്പെട്ടു പോയ ഒരു ഭവനത്തെ തിരിച്ചു പിടിച്ച അത്ഭുതകരമായ ചരിത്രം നമുക്കെന്തേ പാഠമാകാതെ പോയത്? ഏതൊരു കൂട്ടരാണോ ബാബരി മസ്ജിദ് തകർത്ത് കളഞ്ഞത്, അവരുടെ കരങ്ങളാൽ ബാബരി മസ്ജിദ് അതേ സ്ഥാനത്ത് പുനഃസ്ഥാപിക്കപ്പെടുന്ന ഒരു പ്രവർത്തന മാർഗത്തിലേക്ക് 20 കൊല്ലമായിട്ടും ഒരു മനുഷ്യനെ പോലും മാറ്റാൻ കഴിയാതെ പോയ ഒരു ജനത ഈ ചരിത്രം പഠിക്കാൻ അർഹരാണോ? 20 കൊല്ലം എന്തേ മതിയായ കാലമല്ലേ? 20 കൊല്ലം ചെറിയ ഒരു കാലയളവാണോ? ഏതൊരു കൂട്ടരാണോ ആ ഭവനം പൊളിച്ചത്, അവരെ കൊണ്ട് ആ ഭവനം അവരിടപെട്ട് അതേ സ്ഥാനത്ത് പുനർനിർമ്മിപ്പിക്കാൻ കഴിയേണ്ടിയിരുന്ന ഒരു സമുദായം കേവല സാമുദായികതയുടെ 4 മതിൽക്കെട്ടിനകത്ത് കടന്നു കറങ്ങിയപ്പോൾ 20 കൊല്ലമായിട്ടും ആണ്ടറുതിക്ക് അനുസ്മരിക്കാനും അന്തരീക്ഷത്തിലേക്ക് മുഷ്ടി ചുരുട്ടാനും അല്ലാതെ രചനാത്മകമായും ക്രിയാത്മകമായും പ്രവർത്തിക്കാൻ എന്തേ നമുക്ക് കഴിയാതെ പോയത് എന്ന് ഈ ചരിത്രം നമ്മോട് ചോദിക്കുന്നില്ലേ? മറുപടി പറയാൻ ഞാൻ നിങ്ങളും അർഹരാവേണ്ടവരാണ്. കേവല സാമുദായിക വാദത്തിന്റെ പേരിൽ പാർട്ടികൾക്കും കക്ഷികൾക്കും ജീവാത്മാവായി മാറാൻ ഓക്സിജൻ നൽകുന്ന പ്രവർത്തനമായി ഡിസംബർ 6 നാം കൊണ്ട് നടക്കരുത്. ചരിത്രത്തിന്റെ പാഠം തിരിച്ചറിഞ്ഞിട്ട് പച്ചയായ മനുഷ്യരുടെ മുമ്പിൽ ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കുന്ന പ്രവർത്തന മാർഗത്തിൽ ആദർശ സമുദായമായിട്ട് മാറുവിൻ. നിങ്ങൾ മനുഷ്യർക്ക് വേണ്ടിയാണ്, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയല്ല. നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടി മാത്രമാവരുത്, നിങ്ങൾ അപ്പുറത്തുള്ള മനുഷ്യർക്ക് വേണ്ടിയാവണം. നിങ്ങളുടെ ഭവനം തകർത്ത് കളഞ്ഞവർ അവരാൽ തന്നെ ഈ ഭവനം പുതുക്കി പണിയാൻ പുനർനിർമ്മിക്കാൻ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമാറ് കണ്ണോടെ കാഴ്ചപ്പാടോടെ പ്രവർത്തിക്കേണ്ടുന്ന ഒരു കൂട്ടർ സാമുദായികതയുടെ മതിൽക്കെട്ടിനകത്ത് അമർന്നിരുന്നപ്പോൾ കാലം ഒഴുകിപ്പോയത് അറിഞ്ഞില്ല. വേവലാതിപ്പെടാൻ ഒരു ദിവസമായി ഡിസംബർ 6 അവശേഷിച്ചു എന്നത് മാത്രം. ഇതാണ് നമുക്കിടയിൽ സംഭവിച്ചത്. കുന്തും ഖൈറ ഉമ്മ, നിങ്ങൾ ഒരു ഖൈർ ഉമ്മത്താണ്. ഉഖ്രിയത്ത് ലിന്നാസ്, മനുഷ്യർക്ക് വേണ്ടിയാണ് നിങ്ങൾ.
സമുദായത്തിന് വേണ്ടി വാദിച്ച്, സാമുദായികമായി പ്രവർത്തിച്ച്, സാമുദായികമായ പരിപാടികൾ ആവിഷ്കരിച്ച് നമ്മുടെ പാർട്ടിയുടെ പക്ഷത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഒരു ഡിസംബർ 6 ആണ്ടറുതിക്ക് കൊണ്ടു നടക്കുന്ന അവസ്ഥക്ക് മാറ്റം വരാത്ത കാലത്തോളം അത്ഭുതങ്ങൾ സംഭവിക്കില്ല. അത്ഭുതങ്ങൾ സംഭവിക്കില്ല. കുന്തും ഖൈറ ഉമ്മ, നിങ്ങൾ ഖൈറു ഉമ്മത്താണ് ആവണമെങ്കിൽ ഉഖിയത്തുൽ ലിന്നാസ്, നിങ്ങൾ മനുഷ്യർക്ക് വേണ്ടിയായിരിക്കണം. തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹ്. പടച്ചവനിൽ ഉറച്ച് വിശ്വസിച്ച് ധർമ്മ സംസ്ഥാപനത്തിന് ഇറങ്ങി പുറപ്പെടുക. സമുദായത്തിന്റെ പേരിൽ സാമുദായികമായി സംഘടിച്ച് അപ്പുറത്തുള്ള മനുഷ്യരെ അകറ്റി നിർത്തിയിട്ട് നിങ്ങൾ നിങ്ങളുടെ മതവും വീറും വാശിയും നിങ്ങളുടെ പഴയ പാരമ്പര്യങ്ങൾ ഒത്തുകൂടിയാൽ ഒരു പള്ളിയും പുനർനിർമ്മിക്കപ്പെടില്ല. അതുകൊണ്ട് പൊളിച്ചവരെ കൊണ്ട് പള്ളി പണിയിക്കാൻ പ്രതിജ്ഞയെടുക്കും. എന്നിട്ട് സമുദായത്തെ ഉറപ്പിച്ച് നിർത്തിയിട്ട് മനുഷ്യരിലേക്ക് കണ്ണും കാതും തുറന്നു വെച്ച് ഇസ്ലാമിന്റെ സന്ദേശവാഹകരായി മാറുവിൻ. ലക്ഷണമൊത്ത ഉമ്മത്തായി മാറുന്നിടത്ത് ബാബരി മസ്ജിദ് വീണ്ടും ആ സ്ഥാനത്ത് പുനർനിർമ്മിക്കപ്പെടും. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇന്നല്ലാഹ മലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على عبدك ورسولك محمد الأمين وعلى آله وأصحابه أجمعين. أيها الناس أوصيكم ثانيا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم ارض عن الخلفاء الراشدين وأمراء المرشدين عن أبي بكر الصديق وعمر بن الخطاب وعثمان بن عفان وعلي بن أبي طالب وعمي نبيك حمزة والعباس وبقية الصحابة والقرابة والتابعين كلهم أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الكفر والكافرين. اللهم أعز الإسلام والمسلمين وأذل الظلم والظالمين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك.